ദേശീയപാത 66-ൽ മൂത്തകുന്നം വരാപ്പുഴ റീച്ചിൽ നിർമ്മിക്കുന്ന എല്ലാ പാലങ്ങളും പരിശോധിക്കുവാൻ കളക്ട്രേറ്റിൽ കൂടിയ യോഗത്തിൽ തീരുമാനിച്ചതായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അറിയിച്ചു. പറവൂർ പാലത്തിന്റെ ഉയരം കുറവാണെന്ന് കണ്ടെത്തിയതും റോഡ് നിർമ്മാണം നടക്കുന്ന പ്രദേശങ്ങളിൽ വൈദ്യുതി, ശുദ്ധജല വിതരണം എന്നിവ സംബന്ധിച്ച് അടിക്കടി ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പരിശോധിക്കുന്നതിന് ഉന്നതതല യോഗം വിളിക്കുവാൻ പ്രതിപക്ഷ നേതാവ് നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് യോഗം ചേർന്നത്. മൂത്തകുന്നം മുതൽ വരാപ്പുഴ വരെയുള്ള ഭാഗത്ത് വലുതും ചെറുതുമായ 15 പാലങ്ങളാണ് ഉള്ളത്. ഇതിൽ 10 ചെറിയ പാലങ്ങൾ മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലും 5 വലിയ പാലങ്ങൾ മേജർ ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലുമാണ്. ഇതിൽ മേജർ ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലുള്ള കുര്യാപ്പള്ളിയിലെ 2 പാലങ്ങൾ, പറവൂർ പാലം, ചെറിയപിള്ളി പാലം, വരാപ്പുഴ, പുത്തൻപള്ളി, അടിച്ചിലിക്കടവ് പാലങ്ങളിൽ ഉടൻ പരിശോധന നടത്തും. നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥരും തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും കരാർ കമ്പനി പ്രതിനിധികളും പരിശോധനയിൽ പങ്കെടുക്കും. നാഷണൽ ഹൈവേ 66 കടന്നുപോകുന്ന ഭാഗത്തെ ജനപ്രതിനിധികൾക്ക് അവരുടെ ആശങ്കകൾ പരിശോധന സമയത്ത് അവരെ അറിയിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വാട്ടർ അതോറിറ്റി, വൈദ്യുതി ബോർഡ് പ്രവർത്തികൾ സംബന്ധിച്ച് സംയുക്ത മീറ്റിംഗ് വരുന്ന ചൊവ്വാഴ്ച നടത്തും. പാലം നിർമ്മാണത്തിൽ പറവൂരിലെ ജനങ്ങൾക്കുണ്ടായ ആശങ്ക പൂർണ്ണമായും പരിഹരിച്ചു മാത്രമേ നിർമ്മാണ പ്രവൃത്തി അനുവദിക്കൂവെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. യോഗത്തിൽ ജില്ലാ കളക്ടർ NSK ഉമേഷ് അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത്, വാട്ടർ അതോറിറ്റി, KSEB ഉദ്യോഗസ്ഥർ, നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥർ, കരാർ എടുത്ത കമ്പനി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. എൻലൈറ്റ് ന്യൂസ്, പറവൂർ.